ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുഷ്ഠരോഗം അഥവാ ലെപ്രസിയെക്കുറിച്ചിട്ടാണ്. പ്രാചീന കാലം മുതൽക്കേ പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു അസുഖമാണ് കുഷ്ഠരോഗം. എന്നാൽ ഇന്നും കുഷ്ഠരോഗത്തിനെ കുറിച്ച് വളരെയധികം മിഥ്യാധാരണകൾ പ്രചാരത്തിലുണ്ട്. പലർക്കും ശരീരത്ത് കാണുന്ന ഏത് പാടും കുഷ്ഠരോഗമാണോ എന്ന സംശയവും, കുഷ്ഠരോഗം പണ്ടുണ്ടായിരുന്ന അസുഖമല്ലേ ഇപ്പോഴും അത് നിലവിലുണ്ടോ എന്ന് സംശയം ചോദിക്കുന്നവരും ധാരാളമായിട്ട് ഉണ്ട്. എന്താണ് കുഷ്ഠരോഗം? ഇത് ഒരു ദൈവകോപം കൊണ്ടുണ്ടാകുന്ന അസുഖമോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖമോ അല്ല. ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് കുഷ്ഠരോഗം. ശരീരത്തിൻ്റെ തണുത്ത ഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് നമ്മുടെ തൊലി, ഈ അഗ്രഭാഗങ്ങൾ, കയ്യ്, കാല്, മൂക്ക്, ചെവി, കണ്ണ്, ഇങ്ങനെയുള്ള ഭാഗത്താണ് ഈ കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇരിക്കുന്നത്. അപ്പം അത് മൂലം തന്നെ ഈ ഭാഗങ്ങളിലാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും പ്രകടമായിട്ട് വരുന്നത്. എന്താണ് കുഷ്ഠരോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ? ആദ്യം തന്നെ സ്കിന്നിൽ, നമ്മുടെ തൊലിയിൽ കളർ വ്യത്യാസമുള്ള ഭാഗങ്ങൾ, അത് ചിലപ്പോൾ നിറക്കുറവായിരിക്കാം, ചുവപ്പ് നിറങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തടിപ്പുകളായിരിക്കാം. അതിന് സ്പർശനശേഷി കുറവായിരിക്കും. പ്രത്യേകിച്ചും ചൂട് വെള്ളം, തണുപ്പ് വെള്ളം എന്നിവ തരംതിരിക്കാനുള്ള സ്പർശനശേഷിയാണ് ആദ്യം പോകുന്നത്. പിന്നെ നമുക്ക് ചെറിയ തൊട്ട് നോക്കിയാൽ തന്നെ അവിടെ സ്പർശനശേഷി കുറവായിട്ട് അനുഭവപ്പെടാം. കയ്യ്, കാല്, പാദം, ആ ഭാഗങ്ങളിലുണ്ടാകുന്ന നീര്, തരിപ്പ്, പിന്നെ പുരികം പൊഴിഞ്ഞു പോകുക, നമ്മുടെ ചെവി തടിച്ചു വരിക, ഇങ്ങനെയൊക്കെ പല ലക്ഷണങ്ങളോട് കൂടി കുഷ്ഠരോഗം പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗമുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അശ്വമേധം എന്ന പദ്ധതിയിലൂടെ കുഷ്ഠരോഗത്തിന് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായി ട്രെയിനിങ് കൊടുത്ത ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വിടുകയും അവർ വന്ന് വീട്ടിലുള്ളവരെ പരിശോധിക്കുകയും കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്കായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ആശാ വർക്കർ അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടർമാരെ സമീപിക്കുക. അപ്പം എങ്ങനെ നമുക്ക് ഒരാൾക്ക് കുഷ്ഠരോഗം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാം? ഡോക്ടർ സാധാരണഗതിയിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ശരീരം പരിശോധിക്കുന്നതിലൂടെയും സ്ലിറ്റ് സ്കിൻ സ്മിയർ എന്ന ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ തൊലി എടുത്ത് പരിശോധിക്കുക അഥവാ സ്കിൻ ബയോപ്സി എടുക്കുന്ന പ്രക്രിയയിലൂടെയും നമുക്ക് കുഷ്ഠരോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അധിക സമയമൊന്നും ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് ഡോക്ടറെ സമീപിക്കാതെ ഇരിക്കരുത്. പിന്നെ ഇങ്ങനെ കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? അപ്പം ഗവൺമെൻറ് തന്നെ ഫ്രീ ആയിട്ട് കുഷ്ഠരോഗത്തിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഗുളിക രൂപത്തിലാണുള്ളത്. ആദ്യത്തെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു രോഗി മറ്റൊരു ആൾക്ക് രോഗം പകർത്താനുള്ള സാധ്യത നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക്, ചികിത്സ എടുക്കുന്ന ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക് കുഷ്ഠരോഗം പകരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വീട്ടിൽ വയ്ക്കാനും കൂടെ നിർത്തി ചികിത്സിക്കാനും പരിചരിക്കാനും ഒക്കെ സാധിക്കും. ഇനി ഗുളിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലിസ്റ്റർ ഫോമിലാണ് വരുന്നത്. 28 ദിവസത്തേക്കായിരിക്കും ഒരു ഗുളിക ഉണ്ടാവുക, ഒരു ഗുളികയുടെ സെറ്റ് ഉണ്ടാവുന്നത്. അത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയാണ് സാധാരണഗതിയിൽ കഴിക്കേണ്ടി വരിക. അത് നമ്മളെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠരോഗത്തിൻ്റെ തരം അനുസരിച്ചിട്ടാണ് എത്ര നാൾ കഴിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗമുള്ള ഒരാളെ പരിചരിക്കേണ്ടത്? അപ്പം ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക, കുഷ്ഠരോഗമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി കണ്ടുപിടിച്ചാൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. നമുക്ക് നമ്മുടെ മാനസികമായ പിരിമുറുക്കം ഈ രോഗത്തിന് വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് രോഗിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിചരണവും കൊടുക്കുക, മാനസികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആഹാരം, ഇപ്പോൾ നല്ല പ്രോട്ടീനായിട്ടുള്ള നല്ല ആഹാരം തന്നെ അവർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പലർക്കും ഈ സമയത്ത് ഒരു രോഗബാധിതയാണെന്ന് അറിയുമ്പോഴത്തേക്കും ആഹാരം കഴിക്കാനൊക്കെ മടുപ്പുണ്ടാകും. അതൊന്നും സമ്മതിക്കരുത്. കൃത്യമായിട്ടുള്ള ആഹാരം കൊടുക്കുക.
ഇവർക്ക് സ്കൂളിൽ പോകുന്നതിനോ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ, അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കൃത്യമായ ചികിത്സയില്ലെങ്കിലാണ് കുഷ്ഠരോഗത്തിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിഫറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ അഗ്രഭാഗങ്ങൾ, വിരലുകൾ, കാലുകൾ, ആ ഭാഗങ്ങളിൽ മുറിവുണ്ടാകുകയും അത് ഉണങ്ങാതിരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മാംസപേശികൾ തേഞ്ഞിട്ട് കൈ കാലുകളൊക്കെ കോച്ചി അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാകുക. ഇങ്ങനെയൊക്കെ വരുന്നതാണ് സാധാരണ കുഷ്ഠരോഗത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള റിയാക്ഷൻസും കുഷ്ഠരോഗികളിൽ കാണാറുണ്ട്. അതിനൊക്കെ കൃത്യമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നെടുക്കേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പം ഒരു വീട്ടിലുള്ള ഒരാൾക്ക് കുഷ്ഠരോഗമുണ്ട് എന്ന് കരുതി ആ വീട്ടിലുള്ള എല്ലാവർക്കും കുഷ്ഠരോഗം പിടിക്കണമെന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പം ഒരാൾക്ക് ബാധിച്ചിരിക്കുന്ന കുഷ്ഠരോഗത്തിൻ്റെ തരം, പിന്നെ അയാൾക്ക് മറ്റുള്ളവർക്ക്, അയാളുടെ ചുറ്റുമുള്ളവർക്ക് ഉള്ള രോഗപ്രതിരോധ ശക്തി എന്നിവയെല്ലാം തന്നെ ഒരാൾക്ക് കുഷ്ഠരോഗം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന് സ്വാധീനിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുഷ്ഠരോഗത്തിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു ബാക്ടീരിയൽ അസുഖം മാത്രമാണ്.